بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي بنعمته تتم الصالحات. نحمده حمدا كثيرا طيبا مباركا عليه لما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പള്ളി മഹല്ല് KNM ഭാരവാഹികളെ, സക്കാത്ത് സെല്ലിൻ്റെ സംഘാടകരെ, അതിൻ്റെ വിതരണത്തിന് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ ഏവരെയും ദുനിയാവിൽ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും മറ്റു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ദീർഘകാലം ജീവിക്കാനും മുത്തഖികളായി മരണപ്പെടാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം മരണത്തോടുകൂടി അവസാനിച്ച് മരണാനന്തര ജീവിതം ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും നിറഞ്ഞതാകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബഹു ഖൈറുൻ ഇൻ അസാബഹു സറാഅ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബഹു ളറാഅ സബറ ഫകാന ഖൈറൻ ലഹു. മലയാളത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതകരമാണ്. നന്മയും തിന്മയും ഒരുപോലെ അവൻ്റെ പരലോകത്ത് അവന് ഗുണകരമായി മാറും. അവർക്ക് നല്ലത് സംഭവിച്ചാലും അവർക്ക് കഷ്ടപ്പാടുകളുണ്ടായാലും അതെല്ലാം അവരുടെ പരലോകത്ത് അവർക്ക് ഗുണകരമായി മാറും. ആ ഒരു അത്ഭുതാവസ്ഥ മുഅ്മിനീങ്ങൾക്കല്ലാതെ ഇല്ലതാനും. നമ്മളിത് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സംഗതിയാണ്. പലതരം കഷ്ടപ്പാടുകളുണ്ട്, പലതരം പ്രയാസങ്ങളുണ്ട്, പലതരം വിഷമങ്ങളുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ഭക്ഷണത്തിന് എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. എന്നാൽ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുകളും കാര്യമായിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം ഖൈറായി ബർക്കത്തായി റാഹത്തായി സന്തോഷത്തിൽ കഴിഞ്ഞു കൂടുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. രണ്ടു കൂട്ടരും ഒരുപോലെ മനസ്സിലാക്കാൻ ഞാൻ ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സത്യവിശ്വാസികളുടെ കാര്യം അത്ഭുതകരമാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അവർക്ക് പരലോകത്ത് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നസാബഹു ളറാഅ, അവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടായാൽ, ദാരിദ്ര്യമായി, പ്രയാസമായി, രോഗമായി, ബുദ്ധിമുട്ടായി, ശാരീരികമായി, അവശതയായി, വൈകല്യമായി, കിടപ്പ് രോഗികളായി, അങ്ങനെ വീടില്ലാത്ത മക്കളെ കെട്ടിക്കാനുള്ള പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും സ്വബറ,
അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അത് തനിക്കുള്ള ഒരു പരീക്ഷണമാണ്. അള്ളാഹു തന്റെ പരലോകത്ത് തനിക്ക് വിജയം നൽകുവാൻ വേണ്ടി, പരലോകത്ത് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വബറ, അയാൾ ക്ഷമിക്കും. 40 വർഷക്കാലം മകനെ നഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, യാക്കൂബ് അലൈഹിസ്സലാം. 16 വർഷക്കാലം ശാരീരികമായി അവശനായി അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും മുഴുകി ജീവിച്ച മറ്റൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അയ്യൂബ് അലൈഹിസ്സലാം. ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് ഇനി ഒരു രക്ഷയുമില്ല എന്ന് പ്രതീക്ഷ കേട്ടിരുന്ന, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയ വേറെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, യൂനുസ് അലൈഹിസ്സലാം. ഏകദേശം 100 വയസ്സോളം ജീവിച്ചിട്ട് മക്കളില്ലാതെ പോയ മറ്റൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം. അല്ലേ, രാജസ്ഥാനവും അങ്ങേയറ്റത്തെ സമ്പത്തും അത്യത്ഭുതകരമായ അമാനുഷിക കഴിവുകളും കൊണ്ട് അനുഗ്രഹീതരായ 2 പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം. ഇവരുടെ എല്ലാവരുടെയും കഥ ഇങ്ങനെ ആവർത്തിച്ച് ചുരുക്കി പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, ദാ ഇവരൊക്കെയാണ് നിങ്ങളുടെ നേതാക്കന്മാർ, ഇവരൊക്കെയാണ് നിങ്ങളുടെ സമുദായത്തിന്റെ മുന്നേ പോയ മുൻഗാമികളായി ജീവിച്ചു പോയവർ. ഉമ്മത്തം വാഹിദ, ആ പ്രവാചകന്മാരും നിങ്ങളും ഒരൊറ്റ ഉമ്മത്താണ്, ഒറ്റ സമുദായമാണ്. അവർ കഷ്ടപ്പാടുകളെയും അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളെയും കണ്ടതെങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങളും അവയെ കാണേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം. വഅന റബ്ബുക്കും, അവരെല്ലാം എന്നിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, എന്നോട് മാത്രം പ്രാർത്ഥിച്ച്, എന്നോട് മാത്രം സഹായം തേടി, എനിക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ച്, എന്നോട് മാത്രം സത്യം ചെയ്ത് എല്ലാ തരത്തിലുള്ള ആരാധനകളും എനിക്ക് മാത്രമായി പരിമിതപ്പെടുത്തി പരിശുദ്ധമായ തൗഹീദ് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തിയവരാണ്. വകാനൂ യദഊനനാ റഗബൻ വറഹബാ, അവർ സങ്കടത്തിലും സന്തോഷത്തിലും അവരുടെ പ്രാർത്ഥനകൾ മുഴുവൻ നിർവഹിച്ചത് എന്നോട് മാത്രമായിരുന്നു. നമ്മളൊരു സമുദായത്തിന്റെ ഇന്ന് പൊട്ടിമുളച്ച ഒരു വേരല്ല, ഒരു മുളയല്ല, ഒരു ചെടിയല്ല നമ്മൾ എന്നർത്ഥം. നമ്മളൊരു വടവൃക്ഷത്തിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ഒരു ഇലയാണ്, കായ്ക്കാൻ തുടങ്ങിയിട്ടേ ഈ വടവൃക്ഷത്തിന് ഒരുപാട് ശാഖകളും കൊമ്പുകളും തായ്വേരും ഒക്കെയുണ്ട് മുൻ പ്രവാചകന്മാരായി. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ദാരിദ്ര്യമുണ്ടായിട്ടുണ്ട്, അവർക്ക് രോഗമുണ്ടായിട്ടുണ്ട്, അവർ പലരും പട്ടിണി കൊണ്ട് വലഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വയറ്റത്തിൽ 2 കല്ല് വരെ കെട്ടിവെച്ചത് നമ്മൾ കണ്ടതാണ്, നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. അതേ സമയത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ദാവൂദ് അലൈഹിസ്സലാമിനെയും പഠിക്കുമ്പോൾ അവർ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അങ്ങേ അറ്റത്തെത്തിയവരുമാണ്. ഈ 2 വിഭാഗത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത്, വകാനൂ യദഊനനാ റഗബൻ വറഹബാ, അവർ സങ്കടത്തിലും സന്തോഷത്തിലും എന്നോട് പ്രാർത്ഥിച്ചിരുന്നവരാണ്. 40 കൊല്ലം യൂസുഫ് അലൈഹിസ്സലാമിനെ കാണാതെ പോയിട്ട് കരഞ്ഞ് 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 കണ്ണിൽ വെള്ളെഴുത്തു വീണ സമയത്ത് ബിനിയാമീനെ കൂടി കാണാതാവുന്നു. 40 കൊല്ലം കഴിഞ്ഞിട്ട് 40 കൊല്ലത്തെ കരച്ചിലിന് ഫലമില്ലാതായി എന്നു മാത്രമല്ല, അടുത്ത ഒരു പരീക്ഷണം കൂടി അദ്ദേഹം നേരിടുന്നു. അദ്ദേഹത്തിന്റെ അണമുറിയാത്ത കരച്ചിൽ കണ്ട് മക്കൾ തന്നെ പറഞ്ഞു, റബ്ബേ, പടച്ചവനെ, അല്ലാ, ഞങ്ങളുടെ വാപ്പ ഇക്കോലത്തിൽ നിങ്ങൾ കരഞ്ഞാൽ ഇപ്പൊ കണ്ണേ പോയിട്ടുള്ളൂ, നിങ്ങൾ തന്നെ മരിച്ചു പോകുന്നതാണ് ഞങ്ങളെ ബേജാറ്, അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് നിർത്തിക്കാണിൻ. അപ്പൊ പക്ഷെ യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞെന്താ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കാനാണ് ഞാൻ പറയണത്. ഞാൻ അതിന് മക്കളെ നിങ്ങളോട് ആരോടും എന്റെ സങ്കടം പറഞ്ഞിട്ടില്ലല്ലോ. വല്ലാത്തൊരു ഡയലോഗാണ്. ഞാൻ അതിന് മക്കളെ നിങ്ങളോട് ആരോടും എന്റെ സങ്കടം കഷ്ടപ്പാടുകളൊന്നും
ഒന്നും പറയണില്ല. ഇന്നമാ അസ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ പറയുന്നത്. അന്ന് അവർക്ക് വിളിക്കാൻ ഇന്ന് നമ്മുടെ സമുദായത്തിൽ വിളിക്കപ്പെടുന്ന പലരും ഇല്ല. തങ്ങന്മാരില്ല, ഹോജമാരില്ല, ബീവിമാരില്ല, ഔലിയാക്കന്മാരില്ല, ജാറങ്ങളിൽ ഒന്നുമില്ല, ഇല്ലല്ലോ. അപ്പൊ യാക്കൂബ് നബി പറയാണ് ഇന്നമാ അസ്കൂ ബസ്തി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ സങ്കടവും കഷ്ടപ്പാടുകളും ഒക്കെ എൻ്റെ റബ്ബിനോടാണ് പറയുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞതും ഈ 16-17 കൊല്ലത്തെ മാരകമായ രോഗത്തിൽ നിരന്തരം പ്രാർത്ഥിച്ച് അവസാനം അള്ളാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹു റഹ്മതൻ മിൻ ഇൻദിനാ വസിക്റാ ലിൽ ആബിദീൻ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് പഴയതിനേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. റഹ്മത്തൻ മിൻ ഇൻദിനാ, അത് നമ്മുടെ ഒരു റഹ്മത്തായിരുന്നു. വദിക്റാ ലിൽ ആബിദീൻ, എക്കാലവും മുസ്ലിമീങ്ങൾക്കൊരു ഓർമ്മയുമാണത്. എക്കാലവും മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്ത്? അള്ളാനോടാണ് നമ്മളുടെ കഷ്ടപ്പാടുകൾ പറയേണ്ടത്, അള്ളാന്റെ മുമ്പിലാണ് നമ്മുടെ പ്രയാസങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ആ പ്രയാസങ്ങൾ നീക്കിത്തരാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള അഖില പ്രവാചകന്മാരും വന്നത്. അത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും. ഇതാ ആദം അലൈഹിസ്സലാം മുതൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ഈസാ നബി വരെയുള്ളവരുടെ ചരിത്രം പറഞ്ഞിട്ട് പറയാ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, ഇതാണ് നിങ്ങളുടെ മുൻ തലമുറ, ഇതൊക്കെയാണ് നിങ്ങളുടെ തലമുറ സമുദായം. ഉമ്മത്തം വാഹിദ, നിങ്ങളും ആ പ്രവാചകന്മാരും ഒരൊറ്റ സമുദായത്തിന്റെ കണ്ണികളാണ്. വഅന റബ്ബുക്കും, അവരെയൊക്കെ പരീക്ഷിച്ചതും കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷ നൽകിയതുമായ അവരുടെ റബ്ബ് ഞാനായിരുന്നു എന്നതുപോലെ വഅന റബ്ബുക്കും, നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനും നിങ്ങളെ സംരക്ഷിക്കുന്നവനായ റബ്ബും ഞാനാകുന്നു, ഞാൻ മാത്രമാകുന്നു. ഫഅബ്ദൂൻ, അതുകൊണ്ട് ആ പ്രവാചകന്മാരെല്ലാം അവരുടെ പ്രാർത്ഥനയും നേർച്ച വഴിപാടുകളും ഉൾപ്പെടെയുള്ള സർവസഹായ തേട്ടങ്ങളും എന്നോട് മാത്രമാക്കിയതുപോലെ ഫഅബ്ദൂൻ, നിങ്ങളും അതെന്നോട് മാത്രമാക്കണം. അവിടെയാണ് കഷ്ടപ്പാടുകൾ ഇറക്കി വെക്കേണ്ടത് എന്നർത്ഥം. പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത് അവിടെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് നമ്മുടെ പ്രയാസങ്ങൾ പറയേണ്ടത്. അതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അസ്വാബഹു സററാ സ്വബറ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കണം. യാക്കൂബ് നബി ക്ഷമിച്ചതുപോലെ, അയ്യൂബ് നബി ക്ഷമിച്ചതുപോലെ, സക്കരിയ അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ. ഇത് ഹജ്ജിന്റെ മാസമാണല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം അനുഭവിച്ച പരീക്ഷണങ്ങൾ നോക്കാനും മര്യാദക്ക് ഒരു കിടന്നുറങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നാം മര്യാദക്കൊന്ന് ശ്വാസം നിവർത്തി കയ്യും കാലം നിവർത്തി കിടന്നിറങ്ങാൻ പോലും അദ്ദേഹത്തിന് അള്ളാഹു അനുവദിച്ചിട്ടില്ല. നിരന്തരം നാടുകളിലൂടെ കറങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ടെന്റ് കെട്ടി പാർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരിടത്തൊരു ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചൊന്ന് വിശ്രമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർ ആട്ടിപ്പായിക്കുന്നു, വാപ്പ ആട്ടിപ്പായിക്കുന്നു, അദ്ദേഹത്തിന് അഗ്നിയിലെറിയാൻ, തീയിലിടാൻ വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നു, തീയിലെറിയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ കൊള്ളയടിക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ മകനെ അറുക്കാനുള്ള കൽപ്പനയുണ്ടാകുന്നു. ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരീക്ഷണങ്ങൾ, തിരിച്ചടികൾ മാത്രം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, നാം ഇബ്രാഹിമിനെയും പലതരത്തിൽ പരീക്ഷിച്ചു, എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയം നേടി. ഖാല ഇന്നി ജഅലുക ലിന്നാസി ഇമാമാ, ആകയാൽ ഈ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി തരണം ചെയ്തതിന്റെ പേരിൽ താങ്കളെ നാം ലോകത്തിന്റെ നെറുകയിൽ
ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മാതൃകയായി, നേതാവായി, റോൾ മോഡലായി നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ നമ്മളോട് എന്നിട്ട് പറഞ്ഞു വത്തബിഉ മില്ലത്തെ ഇബ്രാഹിം, ആ മില്ലത്ത് ഇബ്രാഹിമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ആ ഇബ്രാഹിം മില്ലത്തിന്റെ പ്രത്യേകത വത്തബിഉ മില്ലത്തെ ഇബ്രാഹിം ഹനീഫൻ, ഇബ്രാഹിം ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനും അടിമക്കുമിടയിൽ തടസ്സങ്ങളോ ഇടയാളന്മാരോ ഇടത്തട്ടുകാരോ ഇല്ലാതെ നേർക്ക് നേരെ അള്ളാഹുവിലേക്ക് അണയുന്നതിനാണെന്ന് പറയാ ഹനീഫ് എന്ന് പറയാ. പള്ളി ദർസിലെ ഹനീഫിന്റെ അർത്ഥം ഞങ്ങളൊക്കെ പഠിച്ചത് തനിച്ചവനായി 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 എന്നാ. അള്ളാഹു എനിക്കുമിടയിൽ വേറെ ഒരു ശക്തിയില്ല, ഒരു കേന്ദ്രവുമില്ല. വത്തബിഉ മില്ലത്തെ ഇബ്രാഹിമ ഹനീഫൻ, നിങ്ങൾ ഹനീഫുകളാവുകയും. അങ്ങനെ തന്നെയല്ലേ നമ്മളോടും പറഞ്ഞത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ അല്ലേ. നിങ്ങൾ ഹനീഫുകളായി അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുവേൻ, അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പരീക്ഷണങ്ങൾ മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിക്കുന്നു, 6-ാം വയസ്സിൽ ഉമ്മ മരിക്കുന്നു, 8-ാം വയസ്സിൽ വല്യാപ്പ മരിക്കുന്നു. ഒരു ഒട്ടകമല്ലാതെ വേറെ ഒരു സാധനവും അബ്ദുള്ള, ഒരു ഉമ്മൈമൻ എന്ന ഒരു അടിമപ്പെണ്ണും അല്ലാതെ വാപ്പ അബ്ദുള്ള ഒരു സാധനവും ബാക്കി വെക്കാതെയാണ് പോയത്. അതിനുള്ള കാലം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. 18-ാമത്തെ വയസ്സിൽ അബ്ദുള്ള മരണപ്പെട്ടു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അല്ലേ, 18 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു. വാപ്പയുടേതായി പാരമ്പര്യമായി നയാ പൈസ ഈ ഒരൊട്ടകോ ഒരടിമപ്പെണ്ണുമല്ലാതെ ഇല്ല. 6 വയസ്സാകുമ്പോൾ ഉമ്മ മരിക്കുന്നു, അങ്ങനെയല്ലേ. 8 വയസ്സായപ്പോൾ വല്യപ്പ മരിക്കുന്നു. പിന്നീട് ആട് മേച്ചും കച്ചവടക്കാരുടെ കൂടെ പോയും കൂലിപ്പണിയെടുത്തും കച്ചവടം ചെയ്തും അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവസാനം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകുമ്പോൾ അതിസമ്പന്നനാകുന്നു. അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് അതിസമ്പന്നതയിലേക്ക് മാറുന്നു. അവിടെ മുതൽ പിന്നെ 40 വയസ്സ് വരെ പ്രയാസങ്ങൾ ഏതുമില്ല. മക്കളാകുന്നു, കുട്ടികളാകുന്നു, വേറെ കുട്ടികളാകുന്നു. പക്ഷെ മക്കൾ ഒരറ്റത്തുനിന്ന് ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകത്വത്തിന് ശേഷം നമുക്കറിയാം നിരന്തരം കഷ്ടപ്പാടുകളായിരുന്നു. ആ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തരണം ചെയ്തത്, ആ അനുഗ്രഹത്തിന്റെ കാലത്തെ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനിയോഗിച്ചത്, അതാണ് നമ്മുടെ മാതൃക. അതാണ് നമ്മുടെ മാതൃക. അവിടെയാണ് നമുക്ക് മാതൃകയുള്ളത്. നമ്മുടെ നേതാക്കന്മാരിലോ ഉസ്താദുമാരിലോ ഞങ്ങളിലോ ഒന്നുമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ആർക്കൊക്കെ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കണമെന്നുണ്ടോ, ആർക്ക് അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, ആർക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, അവർക്ക് അതിനൊക്കെയുമുള്ള മാതൃക നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഒന്നാമത്തെ മേഖല ഏതാണ്? രണ്ടാമത്തെ മേഖല വഇൻ അസാബഹു സറാ, ഈ കഷ്ടപ്പാടൊക്കെയോട് മാറി സന്തോഷമുണ്ടാകുന്നു, നിഅമത്തുണ്ടാകുന്നു, അനുഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ശക്കറ, അയാൾ അത് എൻ്റെ കഷ്ടപ്പാട് തീർത്തത് ഞാൻ പണിയെടുത്തിട്ടാണ്, ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്, ഇതൊന്നൊക്കെ എൻ്റെ കഴിവാണ് എന്ന് അഹങ്കരിക്കുകയില്ല. അയാൾ ഇതൊക്കെ റബ്ബ് തന്നതാണ് എന്ന് ഇടയ്ക്കെപ്പോഴും ഓർത്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവനായി ജീവിക്കും എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് 2011 സ്ഥാപിതമായ നമ്മുടെ മഹല്ലത്ത് കോട്ടപ്പടി വലിയ പറമ്പ് സലഫി മസ്ജിദ് ഇസ്ലാമിന്റെ എല്ലാ പഞ്ചസ്തംഭങ്ങളും ഷഹാദത്ത് കലിമയാണ് അത്യുന്നതമായതും അതിപ്രധാനമായതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ പിഴച്ചാൽ വേറെ എവിടെ നിന്നായിട്ടും കാര്യമില്ല എന്ന് നമുക്കറിയാം. അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത് മറ്റാരിലേക്കെങ്കിലും അല്പമെങ്കിലും തിരിഞ്ഞു പോയാൽ അതാണ് ശിർക്ക് എന്ന് നമുക്കറിയാം. അതോടുകൂടി നമ്മൾ ചെയ്യുന്ന സകലമാന സൽക്കർമ്മങ്ങളുടെയും ഫലം നഷ്ടമാവുകയും അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപികളായി നമ്മൾ ശാശ്വത നരകാവകാശികളായി തീരുകയും ചെയ്യും എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അസീസ് മാസ്റ്റർ പറഞ്ഞത്, പള്ളിക്ക് തറക്കല്ലിടുമ്പോൾ തന്നെയുള്ള ലക്ഷ്യം, നമ്മുടെ ഈ പള്ളിക്ക് തറക്കല്ലിടുമ്പോഴുള്ള ലക്ഷ്യം കോട്ടപ്പടി കേന്ദ്രീകരിച്ചതിന് ചുറ്റുപാടുകളിൽ 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും
ഈ സന്ദേശം എത്തിക്കാൻ ഈ പള്ളി പരമാവധി ശ്രമിക്കും. തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ പള്ളി പരമാവധി പരിശ്രമിക്കും. ഈ 13 കൊല്ലമായി നിരന്തരമായി ആ പരിശ്രമം നിറവേറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലമായി ചുറ്റുപാടുകളിൽ 5-8 മഹല്ലുകൾ ഈ പള്ളിയിൽ നിന്ന് തന്നെ വേറെ പിരിഞ്ഞു പോയത് നമുക്കൊക്കെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മുടെ പള്ളിയുടെ ലക്ഷ്യത്തിലെ ഒന്നാമത്തേത് തൗഹീദ് പ്രചരിപ്പിക്കുക എന്നതും, 2 ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ സമുദായത്തിന് പഠിപ്പിച്ചത് അതുപോലെ പഠിപ്പിക്കുകയും അത് നമ്മുടെ മഹല്ലത്തുമായി ബന്ധപ്പെടുന്ന ഓരോ വീട്ടിലും കുടുംബങ്ങളിലും അത് നിലനിൽക്കുകയും പരമ്പരയായി അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്ന ഒരവസ്ഥയുണ്ടാവുക എന്നത് പള്ളിയുടെ സ്ഥാപിത ലക്ഷ്യമാണ്. അതിനുള്ളതാണ് നമ്മുടെ മദ്രസ. സാന്ദർഭികമായി ഞാൻ പറയാം, അതിനുള്ളതാണ് നമ്മുടെ മദ്രസ. നമ്മുടെ മദ്രസ ഉൾപ്പെടെ 3-4 മദ്രസകളിൽ മാത്രമാണ് കേരളത്തിൽ 1-ാം ക്ലാസ്സിലല്ലാതെ മറ്റു ക്ലാസ്സിലേക്കൊക്കെ പുതിയ അഡ്മിഷൻ വരുമ്പോൾ കുട്ടിക്ക് ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ നടത്തി, അർഹതപ്പെട്ടവനാണെങ്കിൽ മാത്രം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന അത്ര ഉന്നതിയിലാണ് നമ്മുടെ മദ്രസ നിൽക്കുന്നത് എന്നത് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവരോട് അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് ഞാൻ. ഈ മദ്രസയിൽ 2-ാം ക്ലാസ്സിൽ ചേരാൻ നിങ്ങളെ കുട്ടിയെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ അധ്യാപകർ പരിശോധിക്കും 2-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള നിലവാരം ആ കുട്ടിക്കുണ്ടോ. ഉണ്ടെങ്കിൽ മാത്രമേ 2-ാം ക്ലാസ്സിൽ പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ കുട്ടി 1-ാം ക്ലാസ്സിൽ. അങ്ങനെ തന്നെയല്ലേ സർ? അങ്ങനെ തന്നെ. അങ്ങനെ ഒരു നിലവാരം പുലർത്താൻ കഴിയുന്ന കേരളത്തിലെ അപൂർവം വിരലിലുണ്ടാകുന്ന മദ്രസകളിൽ ഒന്നാക്കി നമ്മുടെ മദ്രസയെ മാറ്റാൻ കഴിഞ്ഞ 13 വർഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ലക്ഷ്യം, 3-ാമത്തെ ലക്ഷ്യമാണ് സക്കാത്ത്. ഇസ്ലാമിന്റെ 3-ാമത്തെ സ്തംഭമാണല്ലോ. ഇതെന്തിനാണെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ അതിന് ഭാഷാപരമായി ശുദ്ധി എന്നാണ് അർത്ഥം, മറ്റൊന്ന് വളർച്ച എന്നാണ് അർത്ഥം, 3 സംസ്കരണം എന്നാണ് അർത്ഥം. ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ശുദ്ധിയാവുക, വളർച്ചയുണ്ടാവുക, സംസ്കരണം നടക്കുക. സക്കാത്ത് നൽകുന്ന ആളുകളുടെ, സക്കാത്തിന്റെ പൈസ കൊടുക്കുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധിയാവുക. മനസ്സ് ശുദ്ധിയാകുമ്പോഴേ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചെക്കാൻ തോന്നും. അവരുടെ മനസ്സിന് പടച്ചവനെ സംബന്ധിച്ച ഭയപ്പാടുണ്ടാവുക. അത് കൊടുക്കുന്നതിലൂടെ അവരുടെ ബാക്കിയുള്ള സമ്പത്ത് ശുദ്ധമായി തീരുക എന്നതാണ് അതിൻ്റെ 1-ാമത്തെ ലക്ഷ്യം. 2-ാമത്തെ ലക്ഷ്യം, അതുകൊണ്ട് നാട്ടിൽ മുസ്ലിം സമുദായത്തിന്റെ കഷ്ടപ്പാടുകളില്ലാത്തൊരവസ്ഥയുണ്ടായി അവർക്ക് വളർച്ചയുണ്ടാവുക, ദാരിദ്ര്യമില്ലാതാക്കുക, പ്രയാസങ്ങൾ ഇല്ലാതാക്കുക, ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക, അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നതാണ് 2-ാമത്തെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ 10-75ഓളം ആളുകൾ, നമ്മൾ പല തരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ നമ്മളുടെ സക്കാത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇനി ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും സമ്പന്നതയും നൽകുമാറാവട്ടെ. അപ്പോൾ നമ്മളൊന്നും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നെനിക്കറിയാം. നിവൃത്തികേട് കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ഏറ്റവും ഉന്നതമായ സാമ്പത്തിക നിലയിൽ എത്തിക്കുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആ കൂട്ടത്തിൽ പറയാനുള്ള ഒരു സംഗതി, അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയ ഒരു ഐഡിയയാണ്. നമ്മളിൽ ചിലരെങ്കിലും വിചാരിച്ചാൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിത്തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ അത് സ്വീകരിച്ചാൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ, അതല്ലെങ്കിൽ ഒരു സൈക്കിള് കട ഇടാൻ നിങ്ങൾ തയ്യാറായാൽ, ഒരു അച്ചാറ് കട ഇടാൻ നിങ്ങൾ തയ്യാറായാൽ, ഒരു പലഹാരപ്പണി വീട്ടിലുണ്ടാക്കാൻ നിങ്ങൾ തയ്യാറായാൽ നമുക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വളരെ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പട്ടിണി എന്നേക്കുമായി മാറിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു സംഗതി എന്താ അറിയോ? ഒരു മാ അകല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈ വഇന്ന ദാവൂദ അലൈഹിസ്സലാം കാന യഅമലു അലാ യദൈ യഅകുലു അലാ അമലി യദൈന. ഒരു മനുഷ്യനും സ്വന്തം വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ മികച്ചതും ആസ്വാദ്യകരവും ബറക്കത്തുള്ളതുമായ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല.
വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം മഹാപ്രവാചകനും മഹാചക്രവർത്തിയും ആയിരുന്നിട്ട് പോലും ദാവൂദ് അലൈഹിസ്സലാം രാജസിംഹാസനത്തിൽ ഇരുന്ന് ചെരുപ്പ് തുന്നി, കൊട്ട തുന്നി, തൊപ്പി തുന്നി അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണെന്നറിയാം നിങ്ങള്? അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ യദുൽ ഉൽയ ഖൈറും മിനൽ യദി സുഫ്ലാ എന്ന് പറഞ്ഞിട്ടാ. കൊടുക്കുന്ന കൈയല്ല, കൈയാണ് നല്ലത്, വാങ്ങുന്ന കൈയല്ല. വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം കൊടുക്കുന്ന കൈയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായില്ല സംഗതി? ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പൊ സക്കാത്ത് എന്തിനാന്ന് ചോദിച്ചാൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കാത്തിന്റെ സമ്പത്ത് ശേഖരിക്കുന്ന കണക്കെടുപ്പുകാരനായിരുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒട്ടകക്കാരനുമായിരുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അബൂദർദാന്റെ വീട്ടിൽ ചെന്ന് ഒട്ടകങ്ങളെ കണക്കെടുത്തപ്പോ 2 വയസ്സുള്ള ഒരു ഒട്ടകക്കുട്ടിയാണ് അബൂദർദാ സക്കാത്തായി കൊടുക്കേണ്ടത്. അദ്ദേഹം ഒരു വലിയ ഒട്ടകത്തെയാണ് കൊണ്ടത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്, ഒരു വലിയ ഒട്ടകത്തെ. അപ്പൊ മിഖ്ദാദ് ചോദിച്ചു, ഇതല്ലല്ലോ വേണ്ടത്, 2 വയസ്സുള്ളതാണ്, നിങ്ങൾ എടുത്തുകൊണ്ടേക്കൂളി എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒച്ചയായി വിളിയായി ഞാൻ കൊണ്ടുപോകൂല, നിങ്ങൾക്ക് 2 വയസ്സ് മതി, അല്ലെങ്കിൽ ഇദ്ദേഹം കൊണ്ടോളൂ, മറ്റത് ഞാൻ തരൂല. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അബൂദർദായോട്, എന്തടോ ഇത്ര വലിയ ഒട്ടകം എന്തിനാ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? അള്ളാന്റെ റസൂലെ, ഈ 2 വയസ്സുള്ള ഒട്ടകക്കുട്ടീനെ കിട്ടിയിട്ട് അത് കിട്ടുന്ന ആൾക്ക് എന്താവാനാ? എന്നാ പിന്നെ ഒരു വലിയ ഒട്ടകമായാൽ അയാൾക്ക് അതുകൊണ്ടൊരു വരുമാനം കണ്ടെത്തിക്കൂടെ? അയാൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ ഒരു മാർഗം കണ്ടെത്തിക്കൂടെ? അതുകൊണ്ടാണ് ഞാൻ അതിനെ കൊടുത്തത്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള സംഗതി അതാണ്. നമ്മൾ നിവൃത്തിയില്ലാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം. ഏത്? ഞാൻ അധ്വാനിക്കും, എനിക്ക് കഴിയുന്ന അവിടെ വെള്ളിൽ അങ്ങാടിയിൽ എൻ്റെ ഭാര്യ വീടിന്റെ തൊട്ടൊരാളുണ്ടായിരുന്നു, അലവീൻ, അവർ മരിച്ചു, അല്ലാഹു പരലോക ഹൈറാക്കി കൊടുക്കട്ടെ. അയാളുടെ തലയിലേക്ക് ലോഡിങ് പണിക്കാരനാണ്, ചാക്ക് ഇങ്ങോട്ട് വീണ് തലയിലേക്ക്, കഴുത്താണ് താഴത്തേക്ക് ഇറങ്ങി, മരിച്ചില്ല. വർഷങ്ങളോളം പിന്നീട് അയാൾ ജീവിച്ചത് എങ്ങനെ അറിയങ്ങള്? ഞാൻ ഒരു ദിവസം ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോ അലവി വന്നൊരു ചെറിയ കവറുമായിട്ട് പിടിച്ചിട്ട്, അപ്പൊ മാഷ് നമുക്ക് വിളിച്ചിരുന്നു, സത്യസന്ധമായിട്ടാ പറയട്ടോ, ഇതെന്താ മാഷ് എന്ന് വെച്ചാൽ, അത് ഉസ്മാനെ, ഞാനൊരു പുതിയ പരിപാടി തുടങ്ങിയാണ്. എന്താ പരിപാടി? ഒന്നുമില്ല, ഞാൻ ദിവസം മഞ്ചേരി പോയിട്ട് ഒരു 100 പാക്കറ്റ് പപ്പടം വാങ്ങും. 100 പാക്കറ്റ് പപ്പടം വാങ്ങും. എനിക്ക് അന്ന് 3 റുപ്യ ഒരു പാക്കറ്റ്, 5 റുപ്യൻ്റെ പാക്കറ്റാണ്. എനിക്ക് അവിടുന്ന് 3 റുപ്യക്ക് കിട്ടും. ഞാൻ 100 വീടുകളിൽ കൂടി നടക്കും, 5 റുപ്യക്ക് വിൽക്കും. ഓൾക്ക് കടയിൽ നിന്ന് വിറ്റാലും വാങ്ങി കൊടുത്താലും 5 റുപ്യ കൊടുക്കണം. എനിക്കും 5 റുപ്യ തന്നാ മതി. എനിക്കാണെങ്കിൽ ഒരു 10-200 റുപ്യ ദിവസം കിട്ടും ചെയ്യും. ഇന്ത്യൻ പെണ്ണുങ്ങളെ ചെലവ് കഴിയാൻ അതും മതിയല്ലോ. പിടിയിട്ടുണ്ടെങ്കിൽ തൊഴിലെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരുമാനമുണ്ടാക്കാനുള്ള മേഖല ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിന്റെ പിൻബലം ഉണ്ടാവില്ലേ? ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ സക്കാത്ത് എന്നതിന്റെ 2ാമത്തെ ഉദ്ദേശം ഇതാണ്. ഏത്? നമുക്ക് വളരണം. ആരുടെയും കാലുപിടിക്കാരുടെ ആരുടെയും ആശ്രയമില്ലാതെ അള്ളാഹിനെ മാത്രം പ്രതീക്ഷിച്ച്, അള്ളാഹിനെ മാത്രം ആശ്രയിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ വേണ്ടിയാണ് സക്കാത്ത് എന്ന മഹത്തായ വ്യവസ്ഥ ഇസ്ലാം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായി നടപ്പാക്കാൻ നിർദ്ദേശിച്ചത്. അത് വ്യാപകമായി യഥാർത്ഥ രൂപത്തിൽ നടപ്പാകുന്നതിലൂടെ നമ്മുടെ മഹല്ലത്തുകളിൽ പട്ടിണിയും കഷ്ടപ്പാടും എന്നേക്കുമായി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. 2 കൂട്ടരും ഒരുപോലെ മനസ്സ് വെച്ചാൽ മതി എന്നർത്ഥം. കൊടുക്കുന്ന വിഭാഗം അത് കൊടുക്കേണ്ട വിധത്തിൽ കൃത്യമായി കൊടുക്കുന്നതോടൊപ്പം വാങ്ങുന്ന ആളുകൾ അത് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലേക്ക്, വരുമാന മേഖലയിലേക്ക് തിരിച്ചുവിടാനും കൂടി ശ്രമിച്ചാൽ കാര്യങ്ങൾ വിജയിക്കും. 2 കൂട്ടരും റബ്ബിലേക്ക് കൈകളുയർത്തി ഒന്ന് നിലവിളിച്ചാൽ നടക്കാവുന്ന കാര്യം മാത്രമേ ഇതിലൊക്കെയുമുള്ളൂ. പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ഈ മഹല്ല് തയ്യാറാണ്, ഇവിടുത്തെ സക്കാത്ത് സെല്ല് തയ്യാറാണ്. അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നിടത്താണ് ഇനി ബാക്കി കാര്യങ്ങളുള്ളത്. ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന യാതൊന്നും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് തടയുകയില്ല.
നിങ്ങൾ അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാൻ തയ്യാറാവുന്ന മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ അല്ലാത്തതിനാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലാത്തതിനാലാണെങ്കിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിന് അർഹതപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാലത്തോളം തടയപ്പെടുകയില്ല. കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു 4-5 കുടുംബത്തെയെങ്കിലും ഓരോ വർഷത്തിലും കരകയറ്റിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അത് വേറെ യാതൊന്നും ഉദ്ദേശിച്ചല്ല. ഒരു കുടുംബത്തെയെങ്കിലും കഷ്ടപ്പാടിൽ നിന്ന് ശാശ്വതമായി കരകയറ്റാൻ കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബറക്കത്ത് ആ കുടുംബത്തിലും അതിൻ്റെ പ്രാർത്ഥന മഹല്ലത്തിനും ഉണ്ടാകും. ഈ സമുദായത്തിന് അതൊരു വഴിവിളക്കാകും, ഒരു മാതൃകയാകും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നിങ്ങൾക്കിടയിലേക്ക് വിതരണം ചെയ്യുന്ന ഫോമിൽ അത്തരമൊരു ചോദ്യമുണ്ടാകും. അതിന് നിങ്ങൾ പോസിറ്റീവായി ശരിയായ ഉത്തരം നന്നോണം ആലോചിച്ചിട്ട് രേഖപ്പെടുത്തണം. നാലാമത്തെ കാര്യം പിന്നെ നോമ്പാണ്, ഹജ്ജാണ്. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിൽ വരുത്തുകയും കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മതത്തിന്റെ ഉദ്ദേശവും. ആ നിലപാടാണ് പരിശുദ്ധ പ്രവാചകന്മാരെല്ലാവരും നടപ്പിലാക്കിയതും അവരെയാണ് ലോകം മാതൃകയായി ഇപ്പോഴും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നതും എന്നത് തന്നെയാണ് നമ്മുടെ മഹല്ലത്ത് പള്ളിക്കും അത്തരമൊരു ലക്ഷ്യം തീരുമാനിക്കപ്പെടാനുള്ള കാരണമായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത്, മലപ്പുറത്തെ സംബന്ധിച്ച് ഇവിടെ വിവിധങ്ങളായ പള്ളികൾക്കും മഹല്ലുകൾക്കും സംഘടനകൾക്കും ഇതേപോലുള്ള സക്കാത്ത് ശേഖരണം ഇതിൻ്റെ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം പരിഗണിക്കപ്പെടുക ആ പള്ളി ഏത് സംഘടനയാണോ നടത്തുന്നത് ആ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ? ആണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്നത് അവരെ എല്ലാവരെയും മുസ്ലിമീങ്ങളായി പരിഗണിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വിഭാഗത്തിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നായിരിക്കും. മുജാഹിദുകൾ മുസ്ലിമീങ്ങളാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ അറപ്പുള്ള സംഘടനകൾ ഇവിടെ വേറെയുണ്ട്, ഉണ്ടല്ലോ അല്ലേ? അവരോട് സലാം പറയാൻ പാടില്ല, അവര് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, കെട്ടാൻ പാടില്ല, കെട്ടിക്കാൻ പാടില്ല, മറവി ചെയ്യാൻ പാടില്ല എന്നിവരെ പറയുന്ന സംഘടനയുടെ വക്താക്കൾ അല്ലെങ്കിൽ അതിലെ മെമ്പർമാർ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് കേരള ദൂത്തുൽ മുജാഹിദീനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. ഞങ്ങളുടെ നിലപാട് മൻ സൊല്ല സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫസാലികൽ മുസ്ലിം അല്ലദീ ലഹു സിമ്മത്തുല്ലാഹി വറസൂലി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണോ കഅബയെ ഖിബലയാക്കുകയും 5 നേരം ഞാൻ പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കുകയും ഞാൻ അർത്ഥത് തിന്നുകയും ചെയ്യുന്നത് അവരെല്ലാം അള്ളാഹുവിൻ്റെയും എന്റെയും സംരക്ഷണയിലുള്ള മുസ്ലിമീങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ നടപ്പാക്കണമെന്ന് വാശിയുള്ളവരാണ് ഞങ്ങൾ. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈകുമു സലാമ ലസ്ത മുഅ്മിനൻ. നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കുകയോ നിങ്ങളോട് സലാം പറയുകയോ ചെയ്യുന്നവർ മുഅ്മിനുകളല്ല എന്ന് നിങ്ങൾ പറയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മുസ്ലിമീങ്ങളോട് പറയുന്നു. അതനുസരിച്ചാണ് ഈ മഹല്ലത്തിന്റെ പരിസര പ്രദേശത്ത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുള്ള മുസ്ലിങ്ങളെ മാത്രം പരിഗണിച്ച് അവരുടെ സംഘടന ഏതാണെന്ന് ഇന്നോളം ചോദിച്ചിട്ടുണ്ടോ? ഇന്നോളം ചോദിച്ചിട്ട് രീതിയോട്ട് ചോദിക്കാനും പോകുന്നില്ല. ചോദിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമ്മതിക്കുകയുമില്ല. കാരണം അത് ഇസ്ലാമിന്റെ താല്പര്യമല്ല. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങളും നിങ്ങളും മുസ്ലിമീങ്ങളാണല്ല, നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ റബ്ബൊന്നാണ്, നമ്മുടെ നബിയൊന്നാണ്, നമ്മുടെ ഖിബലയൊന്നാണ്, നമ്മുടെ വേദഗ്രന്ഥം ഒന്നാണ്, നമ്മുടെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാണ്. അത് ഉറക്കെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ്, അത് മുറുകെ പിടിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മളിൽ ഐക്യമുണ്ടാവുക. അതിനപ്പുറം പോയാൽ നമ്മളിൽ ഭിന്നിപ്പുണ്ടാകും. നമ്മളത് അംഗീകരിക്കേണ്ടത്, ഞാൻ നേരത്തെ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞല്ലോ, അപ്രവാചകന്മാരെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി. ആ പ്രവാചകന്മാരെല്ലാം എന്നെ വിശ്വസിച്ചത് എങ്ങനെയാണോ അതുപ്രകാരം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ സുബ്ഹാനല്ലാഹ് ഫഖദ് ഇഹ്തദൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കും. എങ്ങനെ വിശ്വസിച്ചാൽ? ആദം നബിയുടെ വിശ്വാസം നമുക്കുണ്ടാവാം.
ശീസ് നബി മുതൽ ഇദ്രീസ് നബി മുതൽ ഇങ്ങനെ നൂഹ് നബി മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാരുടെ ഈമാൻ ഉണ്ടാവുക, അവരുടെ തൗഹീദ് ഉണ്ടാവുക, അവരുടെ ആദർശം ഉണ്ടാകുക. ഫഖദ് ഇഹ്തദു, എന്നാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. വഇൻ തവല്ലൗ, നിങ്ങൾ അവിടെ നിന്ന് പിന്നോക്കം പോയാൽ, അവിടെ നിന്ന് പിന്നോക്കം പോകുമ്പോഴാണ് നമ്മൾ ചില സംഘടനകളുടെ ആളുകളായി മാറുന്നത്, ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ പ്രവാചകന്മാരുടെ ആളുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്, നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ്, നമ്മൾ അള്ളാന്റെ ആളുകളാണ്. വഇൻ തവല്ലു, അവിടെ നിന്ന് പോയാൽ ഫഇന്നമാഹും ഫി ശിഖാഖ്, നിങ്ങൾ ഭിന്നിച്ചു പോകും, നിങ്ങൾ ഭിന്നിപ്പിന്റെ ആളുകളാകും. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ വിചാരണ തീരുമാനിക്കാൻ, വിധി തീരുമാനിക്കാൻ അല്ലാഹു മതി. വഹുവ സമീഉൽ അലീം, അവൻ ഇതെല്ലാം കാണുന്നു, അവൻ ഇതെല്ലാം കേൾക്കുന്നു. ഈ ഒരു ആയത്താണ് നമ്മളെ ഒരുമിപ്പിക്കേണ്ടത്. ഇത്യാദി ധാരാളക്കണക്കിന് ആയത്തുകളാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സംഗതി, 2-3 കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് വളർച്ചയുണ്ടാവണം, നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ ഇത് ഉതകണം, ഈ തരുന്ന ആളുകളുടെ സമ്പത്തിനും മനസ്സിനും ശുദ്ധിയുണ്ടാവണം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്നാണ് എന്ന് ഒന്നായി തീരണം. നമുക്ക് അല്ലാഹു സമ്പത്തെ നൽകാത്തതുള്ളൂ, പക്ഷെ പലതരം ശേഷികൾ നൽകിയിട്ടുണ്ട്, ശാരീരിക ശേഷി നൽകിയിട്ടുണ്ട്, പലതും നമുക്ക് ചെയ്യാൻ കഴിയും. ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങളൊരു സൂചന നൽകിയാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അടിത്തറവാകാൻ ഞങ്ങളുണ്ടാകും. അള്ളാഹു നമ്മളെ എല്ലാവരെയും ശരിയായ തൗഹീദിൽ, ശരിയായ സുന്നത്തിൽ ഉറപ്പിച്ചു നിർത്തി കഷ്ടപ്പാടുകളിൽ ക്ഷമിക്കാനും അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാനും കഴിയുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദീർഘകാലം ജീവിക്കാൻ ഈമാനോടെ, തഖ്വയോടെ, തൗബയോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിന് മാത്രം ഇബാദത്തെടുത്ത് ദീർഘകാലം ജീവിക്കാൻ, മുത്തഖികളായി മരണപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും, എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും, എല്ലാ വേദനകളും, എല്ലാ വിഷമങ്ങളും, എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ, അപകടങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على نبينا وحبيبنا وسيدنا ومولانا وشفيعنا محمد الأمين وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.